ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റവ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ചൂടാക്കി നമുക്ക് ആ ബ്രൗൺ ലൈനി കിട്ടണമല്ലോ, അതിലേക്കുള്ള ശ്രമത്തിലാണ് കേട്ടോ. അത് സക്സസ് ആയി വന്നു. ഒരു പാത്രം എടുത്ത് അതിൽ അല്പം നെയ്യ് തടവിന് ശേഷം ആ ലൈനി പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ടയും ആവശ്യത്തിന് മധുരം വരാൻ വേണ്ടിയുള്ള പഞ്ചസാരയും മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അതവിടെ മാറ്റി വെച്ചു. വേറൊരു പാത്രം എടുത്തു, അതിൽ അല്പം പാൽ ആഡ് ചെയ്തു. പാലിനോടൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് ഞാൻ റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. റവ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നേരത്തെ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നില്ലേ പഞ്ചസാരയും മുട്ടയും ഉള്ള മിക്സ്ചർ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പഞ്ചസാര ആക്കി വെച്ചിരുന്ന പാത്രത്തിലോട്ട് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് ആവി കയറ്റിയാണ് 20 മിനിറ്റോളം ആവി കയറ്റണം കേട്ടോ. ആവി കയറ്റി എടുക്കുമ്പോൾ ഇതുപോലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്യണേ.